ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസാണ് 2026 LP UP HS വിഭാഗക്കാർക്കായിട്ടുള്ള ക്വിസാണ്. നമുക്ക് വേദന കടന്നാലോ? അതെ, നമുക്ക് ഈ ക്വിസിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നടത്താം. ഒന്ന് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അടുത്ത പാർട്ടിൽ നമുക്ക് ഗാന്ധിജി നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എപ്പോഴാണ്? 1857 മീററ്റിലെ ഉത്തർപ്രദേശിലെ മീററ്റിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടന്ന എന്നാണ്? 1905 ഒക്ടോബർ 16 നടത്തിയത്. അതെ, അതേ സമയത്ത് തന്നെയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അതെ. അങ്ങനെയാണെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആരൊക്കെയാണ് ആരംഭിച്ചത്? ആനി ബസന്റും നമ്മുടെ ബാലഗംഗാധരനും. ഓക്കെ, ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയ വർഷം എപ്പോഴാണ്? 1915 ജനുവരി 9. ഓക്കെ, അടുത്തത് റൗലറ്റ് നിയമം ആരംഭിച്ചത് നടപ്പിലാക്കിയത് എപ്പോഴാണ്? 1919. ഓക്കെ, ഈ റൗലറ്റ് നിയമത്തിനെതിരെ പഞ്ചാബിൽ ഒത്തുകൂടിയവർക്ക് എതിരെ ജനറൽ ഡയർ നടത്തിയൊരു വെടിവെപ്പ് ഉണ്ടല്ലോ, അത് എന്താണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, അതിന്റെ ഭാഗമായി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? 1920. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? മംഗൾ പാണ്ഡെ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ചൗരി ചൗര സംഭവം 1922. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു? 1930 മാർച്ച് 12. വെരി ഗുഡ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത നമ്മുടെ നേതാവ് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. ഓക്കെ, വെരി ഗുഡ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്? 1942. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ അരുണ ആസിഫ് അലിയാണ്. അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസിഫ് അലി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗദ്ദാർ പാർട്ടി കേട്ടിട്ടുണ്ടാവും, അത് സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1913. വെരി ഗുഡ്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇന്ത്യ വിൻസ് ഫ്രീഡം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് ആരുടെ ആത്മകഥയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് എപ്പോഴാണ് സ്ഥാപിതമായത്? 1939. വെരി ഗുഡ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, വെരി ഗുഡ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. വെരി ഗുഡ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. വെരി ഗുഡ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. വെരി ഗുഡ്. സത്യശോചക സമാജം സ്ഥാപിച്ചതാരാണ്? ജ്യോതിബ ഫുലെ. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം, അത് ആരുടേതാണ്? ദയാനന്ദ സരസ്വതി. വെരി ഗുഡ്. അതേപോലെ തന്നെ സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചതാരാണ്? ദയാനന്ദ സരസ്വതി. അതേപോലെ തന്നെ ദയാനന്ദ സരസ്വതി പ്രധാനപ്പെട്ട ഒരു കോട്ട് കൂടിയുണ്ട്, എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ശരി, നമുക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയതും ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗറില്ല യുദ്ധമുറ നടത്തിയത് ആരാണ്? ഇതാണ് നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ഉത്തരം കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ കൂട്ടുകാരെ. ബൈ ബൈ, സീ യു.